വ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. പരാതിയില്ലാത്തതിനാൽ ഇരുവരെയും കേസെടുത്തിട്ടില്ല. ദീപക് മലേബയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലേബ, എപ്പോഴായിരുന്നു സംഭവം? എന്തിനാണ് ഈ തൊപ്പി ഈ എയർ പിസ്റ്റൺ ചൂണ്ടിയത്? കേസില്ലെന്ന് തോന്നുന്നു അല്ലേ? ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നാലും ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കയറ്റി അടിച്ച് ഇറങ്ങി വണ്ടി ഞാനാ ഓടിച്ചത്. പക്ഷെ മിസ്റ്റേക്ക് അവന്റെ ഭാഗത്താ. അവന്റെ വണ്ടിയും പോയി, എന്റെ വണ്ടിയും പോയി. വണ്ടി മത്സരിച്ച ചേട്ടാ ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓടിച്ച മത്സരിച്ച ബായ് കൂട്ടാ കൊറേ വർത്താനാക്കല്ല. ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേറോ. ഇവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മത്സരം ഏത് മത്സരം? മത്സരം നിങ്ങൾ കണ്ട മത്സരം നമ്മളെ പ്രശ്നമാണ്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് സ്ട്രീം വ്ളോഗർ തൊപ്പിയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം തൊപ്പിയുടെ കുറച്ച് വീഡിയോസ് കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ നടന്ന ലൈവ് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ വീഡിയോയിൽ കാണിക്കുന്ന രസകരമായ കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക, മോശമായ കാര്യങ്ങൾ ആ വഴിക്ക് വിടുക എന്നേ ഉള്ളൂ. തൊപ്പിയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുമ്പോൾ ഞാൻ ലൈവ് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലൈവ് വീഡിയോസ് വ്ളോഗിങ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തൊപ്പിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതൊക്കെ മോനെ കറക്റ്റ് ആയിട്ട് ഞാൻ സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഗണ്ണ് ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ കാണിക്കാൻ പറ്റില്ല, അതെല്ലാം സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗണ്ണ് കാണിച്ചാൽ യൂട്യൂബ് ബാനായി പോട്ട്. ഗണ്ണ് കാണിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കവർ എടുത്ത് കാണിച്ചോ. ചെയ്യാൻ നോക്കിയത്. അപ്പൊ നമുക്ക് നമ്മളെ സേഫ്റ്റി നോക്കണം. ഓക്കെ, ഗണ്ണ് കയ്യിലുണ്ട്, എന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഗണ്ണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പോലീസ് കൊണ്ടുപോകുന്നും ചെയ്യില്ല, ലൈസൻസ്ഡ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ വെറുതെ നമുക്ക് ജീവന് ഭീഷണിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിലൂടെ തമാശ അല്ല, ഞാൻ വെറുതെ പറയുന്നല്ല, തമാശ പറയുന്നല്ല. ഭയങ്കര അടങ്ങാറ്. വേഷം ഇട്ടിട്ട് സ്ട്രീം ചെയ്തില്ലേ, അന്ന് ഞാൻ ഒരു കളിത്തോക്ക് കയ്യിൽ വെച്ചിട്ട്, അതായത് പൊട്ടാതെ കളിക്കുന്ന തോക്കാണ്. അത് കണ്ടാൽ തന്നെ അറിയാം കളിത്തോക്കാണ്. അങ്ങനത്തെ ഒരു തോക്ക് കയ്യിൽ വെച്ചപ്പോ തന്നെ യൂട്യൂബ് നമുക്ക് ബാൻ തന്നു. അപ്പൊ ശരിക്കുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഇത് ബാൻ കിട്ടും, ഉറപ്പാണ്. നിനക്ക് നീ അതിന്റെ ഇത് കാണിച്ചു കൊടുക്കും, കവറാ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പാ. കവറ അല്ല, ഇവിടെ മുന്നിൽ ഗണ്ണുണ്ട് അല്ലെങ്കിൽ ഗണ്ണ് ഇതിന് വെക്കണം അല്ലെ. എന്നാൽ ഇവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടെങ്കിൽ മതില് ചാട്ടക്കാരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും. ഞാൻ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ വീഡിയോ കണ്ട സമയത്ത് ആ തൊപ്പിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര പുതിയൊരു വീട് തൊപ്പി എടുത്തിട്ടുണ്ട്. അപ്പം തൊപ്പിയുടെ വീടിനുള്ളിൽ പലരും ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കുട്ടികളടക്കം ആ വീടിനെ മതിലാടിയിട്ട് കടന്നിട്ട് വളരെ മോശം രീതിയിൽ പെരുമാറുകയും തൊപ്പിക്കത് വലിയൊരു ശല്യം എന്ന രൂപത്തിലേക്ക് പെരുമാറുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് വീഡിയോയിലൂടെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു രൂപത്തിൽ തൊപ്പി പിന്നെ എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, ആ ഗണ്ണെടുത്തിട്ട് ഇനി ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഗണ്ണിന് ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉള്ള ഗണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തോക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ തോക്ക് വെച്ചിട്ട് നമുക്ക് ആരെയും പേടിപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടികളോട് വരുന്നവരെ ഒരു പിന്നെ എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഇനി വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യും, എനിക്കതിന് ലൈസൻസ് ഉണ്ട്, അത് എനിക്ക് ഭീഷണി ഉള്ളത് കൊണ്ടാണ് ആ ലൈസൻസ് ഉള്ള തോക്ക് എൻ്റെ കൈവശം ഉള്ളത് എന്നൊക്കെ പറയുന്ന തൊപ്പിയുടെ ഇന്നലത്തെ ആ ലൈവ് സ്ട്രീം വ്ളോഗിങ്ങിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, നാളെ നമ്മൾ കണ്ണൂരേക്ക് പോകുന്നുണ്ട്, ഒരു പുതിയതായിട്ടൊരു കുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കിൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി വണ്ടിയിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ലൈവ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊപ്പി കണ്ണൂരേക്ക് വരുന്ന ഇതിനിടയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അടക്കം ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, പിന്നെ തൊപ്പിയുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് അവിടെയുള്ള ഓട്ടോ തൊഴിലാളികളായിട്ടും അതുപോലെ തന്നെ ബസ് ജീവനക്കാരായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ തൊപ്പി എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്കാണ് വരുന്നത്. അപ്പം ഈ തൊപ്പിയുടെ വാഹനമായ ഫോർച്യൂണർ എടുത്തിട്ടാണ് തൊപ്പി കണ്ണൂരേക്ക് വരുന്നത്. ഈ വരുന്നതിൻ്റെ ഇടയിൽ തൊപ്പി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് ചില ആക്സിഡൻറ്റുകൾ വീഡിയോ എടുത്തിട്ട് തന്നെ തൊപ്പി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരുന്നതിനിടയിൽ നിരവധിയായ ആക്സിഡൻറ്റുകൾ ആ വണ്ടിക്ക് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം ആ വീഡിയോ എല്ലാം തൊപ്പി തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നത് തൊപ്പി ഷെയർ ചെയ്ത ആ വീഡിയോയിലാണ്.
നിരവധിയായ ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. അത് തൊപ്പി തന്നെയാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊപ്പിയുടെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്തരം ആക്സിഡന്റുകൾ ശ്രദ്ധക്കുറവ് കൊണ്ട് തൊപ്പിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ തൊപ്പി അതിൽ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഈ ഓട്ടോ തൊഴിലാളി അല്ലെങ്കിൽ ഈ കാറുകാരൻ പിന്നെ എൻ്റെ ഇങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇടാണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയുടെ ന്യായങ്ങൾ പറയുന്നുണ്ട്. തൊപ്പിയുടെ കൂടെയുള്ള ഫ്രണ്ട്സും അവർ ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കണ്ട് നിന്ന നാട്ടുകാർ പറയുന്നത് തൊപ്പിയുടെ ഭാഗത്തും കൂടി തെറ്റുണ്ട് എന്ന രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ കഴിയില്ല. അവർ ആ രൂപത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പോലീസ് അത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ വടകരയിൽ നിന്ന് ബസ് തൊഴിലാളികൾക്ക് ബസ് സൈഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു മിറർ അടിച്ചു പൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അത് എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷേ ഈ ഒരു വരുത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തൊപ്പിയെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ വടകരയിൽ ബസ് തൊഴിലാളികളായിട്ട് ബസ് ജീവനക്കാരായിട്ട് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി തട്ടോ മുട്ടോ എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായത്. അപ്പം സ്വാഭാവികമായിട്ട് തൊപ്പിക്ക് അവിടെ ചിലപ്പം ബസ്സിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാലോ. പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ബസ് തൊഴിലാളികൾ എല്ലാവരും കൂടി വന്നിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വലിയ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വന്ന സമയത്ത് ചിലപ്പം തൊപ്പി കൈവശമുള്ള വേറെ രക്ഷയുണ്ടാവില്ല. കൈവശമുള്ള ഈ ഒരു എയർ പിസ്റ്റൾ എടുത്തിട്ട് ചൂണ്ടിയിട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി പക്വത ആ സമയത്ത് കാണിക്കണം. നമ്മൾ എയർ പിസ്റ്റൾ ആയാലും ലൈസൻസ് ഉള്ള ആയാലും ഏത് തരത്തിലായാലും നമ്മൾ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ആളുകളെ ഇടയിൽ തോക്ക് ചൂണ്ടുന്നതൊക്കെ വളരെ ഗുരുതരമായ കേസാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ എന്തായാലും കേസ് ഉണ്ടാവും. ആ ഒരു രൂപത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണ് തൊപ്പി. അപ്പം തൊപ്പിയുടെ ഫ്രണ്ട്സ് അടക്കം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേസ് വരുന്നില്ല ധാരണ തൊപ്പിയെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടില്ല. ഒരു ജാഗ്രത കുറവ് തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ഇതായാലും നമ്മളിപ്പം ഈ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല. അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ പൊതുമധ്യത്തിൽ ഇറങ്ങിയാൽ നമ്മൾ വലിയ മുതിർന്ന ആളുകളുണ്ടാവും, നമ്മോട് ഇങ്ങോട്ട് പറയുന്നുണ്ടാവും, അപ്പോൾ കണ്ടു നിന്ന ആളുകളുണ്ടാവും. ആക്സിഡൻറ്റ് സംഭവിക്കാം, സ്വാഭാവികമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം. പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മുടെ ഭാഗത്താണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഈ മുതിർന്നവരോടൊക്കെ വളരെ മോശം രീതിയിൽ തൊപ്പി സംസാരിച്ച വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അതൊന്നും ശരിയല്ല. ആ രൂപത്തിൽ ആര് ചെയ്താലും അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവിടെ പല വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ തെറ്റ് ചിലപ്പം നമ്മളെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് തെറി വിളിച്ചുകൊണ്ടോ മറ്റൊന്നും കാര്യമില്ല. ആക്ച്വലി നമുക്കറിയാം ആളുകൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്. ആ ഒരു പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തോക്ക് ചൂണ്ടിയത് ഒരു കേസായിട്ടുണ്ട്. പോലീസ് എന്ന രൂപത്തിൽ വടകര പോലീസ് സ്റ്റേഷനിൽ തൊപ്പിയുണ്ട്. ഈ തൊപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊപ്പി അത്യാവശ്യം നല്ല രീതിയിൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന കേരളത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. തൊപ്പിക്ക് നല്ല രീതിയിൽ ആ രൂപത്തിൽ നല്ല കഴിവുള്ള ഒരാളാണ്. അത് തൊപ്പിയുടെ വീട്ടിനുള്ളിൽ റൂമിനുള്ളിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ പാലിക്കേണ്ട കുറേ പിന്നെ നിയമങ്ങളുണ്ട്, പാലിക്കേണ്ട മര്യാദകളുണ്ട്, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന രീതിയുണ്ട്. എല്ലായിടത്തും പോയിട്ട് ഈ ഒരു ലൈവ് സ്ട്രീമിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർ ഈ ചാറ്റ് ചെയ്യുന്ന ആളുകളോട് ചീത്ത വിളിക്കുന്ന പോലെ പുറത്ത് പോയിട്ട് ചീത്ത വിളിച്ച എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ഓരോരുത്തർക്കും അനുഭവത്തിലുണ്ടാവും. നമ്മൾ പുറമേ നമ്മൾ ഒരു നടന്നിട്ട് ഇപ്പം ലൈവ് സ്ട്രീം ചെയ്യുന്ന പോലെ അതിലെ കാണുന്ന ആളുകളോട് പറയുന്ന പോലെ പുറത്ത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നല്ല അടി കിട്ടും. ആ അടി കിട്ടുന്ന രൂപത്തിലാണ് ഇന്ന് തൊപ്പി അവിടെ പെരുമാറിയത്. ആ പെരുമാറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ തൊപ്പിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ വീഡിയോയിൽ ഉണ്ടാകുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. തൊപ്പിയുടെ ഈ ഒരു വിഷയങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തൊപ്പിയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. തൊപ്പിയുടെ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാണാം. ബൈ ബൈ.